നാഗർഹോള ടൈഗർ റിസർവിലെ നാനാച്ചി ഗേറ്റിലുള്ള ഒരു ഫോറസ്റ്റ് സഫാരി വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നാഗർഹോളയിലെ കബനി ഗേറ്റിലെ ഒരു സഫാരിയാണ് കാക്കനക്കോട്ടെ സഫാരി. നമ്മൾ ഫസ്റ്റ് സഫാരി എടുത്തത് അവിടെ ആയിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് മഗ്ഗി ഫീമെയിൽ എന്നൊരു കിടിലൻ കടുവയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായിരുന്നു കേട്ടോ ആ വീഡിയോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നാനാച്ചി സഫാരി വയനാട്ടിലെ തോൽപ്പട്ടിക്കടുത്തായിട്ടുള്ള ഒരു സഫാരി സെൻ്ററാണ്. അത്യാവശ്യം അനിമൽ സൈറ്റിങ്സ് ഒക്കെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ കാടിൻ്റെ ഭംഗി തന്നെയാണ് കേട്ടോ. അനിമൽ സൈറ്റിങ്സ് ഒന്നും കിട്ടിയില്ലെങ്കിൽ തന്നെ ഈ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ കാട്ടിലൂടെ യാത്ര ചെയ്താൽ തന്നെ നമ്മൾ കൊടുത്ത കാശ് മുതലാവും. ഈ കാടിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. നമ്മുടെ നാഗർഹോളയിൽ നാനാച്ചി സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ സെൻറ്ററായിട്ട് തന്നെ ക്യാമറയുടെയും ചാർജസിൻ്റെ ലെൻസിൻ്റെ എമൗണ്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ചാർജസ്. 70 mm ആണെങ്കിൽ 250 രൂപ, 70 to 200 mm ആണെങ്കിൽ 750 രൂപ, 200 mm മുകളിലാണെങ്കിൽ 1000, 200 to 500 ആണെങ്കിൽ 1000, 500 ആണെങ്കിൽ 500 mm മുകളിലാണെങ്കിൽ 1500 രൂപ കേട്ടോ. ഇതാണ് ചാർജസ്. കബനി കാടിനകത്ത് സമ്മർ ടൈമിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടായിരിക്കും കാണാൻ സാധിക്കുക. എന്നാൽ ഇവിടെയോ ഏത് സീസണിൽ വരികയാണെങ്കിലും നമുക്ക് ഇതുപോലെ പച്ചപ്പോടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അതാണ് ഈ കാടിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. നാഗർഹോള ടൈഗർ റിസർവിനകത്ത് 3 സഫാരി സെൻ്ററുകളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ആദ്യം നമ്മൾ പോയിട്ടുള്ള കാക്കനക്കോട്ടെ സഫാരി സെൻറ്റർ, രണ്ടാമത് നാനാച്ചി സഫാരി, മൂന്നാമത്തത് വീരഹസനഹള്ളിയിലെ. നാനാച്ചിയിൽ നമുക്ക് ബസ് സഫാരി ഉണ്ട്, ജീപ്പ് സഫാരി ഉണ്ട്, രണ്ടും അവൈലബിൾ ആണ്. എന്നാൽ 1.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും അല്ലാതെ JLRൻ്റെ ഒരു പാക്കേജ് കൂടി ഉണ്ട്. ഇവിടെ മാത്രമല്ല കേട്ടോ, 3 സ്ഥലത്തും JLRൻ്റെ പാക്കേജ് ലഭ്യമാണ്. എന്നാൽ നമുക്ക് സ്റ്റേ എടുക്കുകയാണെങ്കിൽ മാത്രമാണ് ആ പാക്കേജ് പ്രയോജനപ്പെടുത്താൻ സാധിക്കുക. എന്നാൽ സ്റ്റേ ഒന്നും കൂടാതെ തന്നെ നമുക്ക് സഫാരി മാത്രമായിട്ട് നാനാച്ചിൽ എടുക്കാൻ സാധിക്കും. അപ്പോൾ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നാഗർഹോള ടൈഗർ റിസർവിൻ്റെ വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ JLRൻ്റെ പാക്കേജ് എടുത്ത് വന്നുകൊണ്ട് തന്നെ നമുക്ക് 3 മണിക്കൂറുണ്ട് സഫാരി സമയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള സന്തോഷ് ബ്രോ ആണ് ആളാണ് ഡ്രൈവർ. അപ്പോൾ ആൾക്ക് ഇതിനെക്കുറിച്ച് കാടിനെക്കുറിച്ചും കാട്ടിലെ മൃഗങ്ങളെക്കുറിച്ചും പിന്നെ ബേഡ്സിനെ കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട്. അപ്പോൾ ആളെ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് കാണുകയാണെങ്കിൽ തന്നെ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ആൾ വണ്ടി നിർത്തി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് ആ ബേഡ്സാണ് അല്ലെങ്കിൽ ആ അനിമൽസ് ആണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരും നമുക്ക്. അങ്ങനെ നമ്മുടെ യാത്രയുടെ ഫസ്റ്റ് സൈറ്റിംഗ് ആയിട്ടുള്ള ആനയെ കണ്ടിട്ടുണ്ട് കേട്ടോ. വളരെ ദൂരെയാണ്. കാടായതുകൊണ്ട് നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല ഇന്ന് എന്തൊക്കെ അനിമൽസിനെയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നതെന്ന്. അതെല്ലാം ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. ചിലപ്പോൾ നമുക്ക് ഒരു സഫാരിയിലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സഫാരി എടുക്കുമ്പോഴായിരിക്കും നമുക്ക് ഒരുപാട് അനിമൽസിനെ കാണാൻ സാധിക്കുക. നമ്മളിവിടെ 2 സഫാരി എടുത്തപ്പോഴാണ് കേട്ടോ നമ്മൾ ആ 2 സഫാരിയുടെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോയിലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടും ഈവനിങ് സഫാരി വന്നിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ മോർണിംഗ് സഫാരി അല്ലെങ്കിൽ ഈവനിങ് സഫാരി ഇത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത്. ആ സമയത്തായിരിക്കും കൂടുതൽ അനിമൽ സൈറ്റിങ്സിനെ കാണാനുള്ള ചാൻസ് ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തുണ്ടല്ലേ, ഈ ഒരു മരത്തിൻ്റെ മുകളിലായിട്ട് കുറച്ച് ആമകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇവിടെ സ്ഥിരം വരുന്ന എല്ലാവർക്കും ഈ ഒരു കാഴ്ച കാണാൻ സാധിക്കും കേട്ടോ. നമ്മൾ ആമയെ കണ്ടതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ജക്കാന എന്ന് പറഞ്ഞൊരു ബേർഡ് ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ താമരക്കോഴി എന്നൊക്കെ പറയും. ഇത് ജനിക്കുന്ന സമയത്ത് കണ്ടില്ലേ, ആ ഒരു കുഞ്ഞുങ്ങളെ കണ്ടില്ലേ, ആ ഒരു തവിട് നിറത്തിലായിരിക്കും ജനിക്കുന്ന സമയത്ത് അതിൻ്റെ കളർ എന്ന് പറയുന്നത്. പിന്നെ ഇത് വലുതാകുകയാണ് ഇതിൻ്റെ കളർ നേരെ മയിൽപ്പീലി കളറിലേക്ക് മാറുന്നത്. ആ മയിൽപ്പീലി കളറുള്ള സമയത്ത് കാണുന്ന സമയത്ത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഒരു വല്ലാത്തൊരു ഷൈനിങ് ആണ്. നമ്മൾ താമരക്കോഴിയൊക്കെ കണ്ടിട്ട് മുന്നോട്ട് വന്നതേ നിൽക്കുന്നു ഗ്രേ മംഗൂസ്. മലയാളത്തിൽ ഇതിനെ ചെങ്കിഴി എന്ന് പറയും. ഇവ പൊതുവെ ക്യാമറയ്ക്കൊന്നും പിടിതരാത്തവരാണ് കേട്ടോ. ഇവ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാറില്ല. ഇവരിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവരുടെ വാലിൻ്റെ നീളം എന്ന് പറയുന്നത് ഇവരുടെ ശരീരത്തിൻ്റെ നീളത്തോളം വരുന്നതാണ്. അപ്പോൾ ഇവരുടെ മെയിനായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് എലി, പാമ്പ്, പക്ഷികളുടെ മുട്ടകൾ, പല്ലികൾ എന്നിവയൊക്കെയാണ്. നമ്മൾ ഏത് കാട് കയറുമ്പോഴും നമുക്ക് ആദ്യം കുറേ കാണാൻ പറ്റുന്നത് നമുക്ക് കുറേ മാൻകൂട്ടങ്ങളായിരിക്കും കേട്ടോ. എന്ത് ഇവയെ കാണാൻ ലേറ്റായി എന്ന് പറഞ്ഞാൽ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ഈ മാൻകൂട്ടങ്ങളെ കണ്ടത്. ഈ മാനിൻ്റെ കൊമ്പ് ശ്രദ്ധിച്ചോ നിങ്ങൾ, എത്ര നീളത്തിലുള്ള കൊമ്പുകളാണ്. അവരുടെ സ്കിന്ന് കണ്ടില്ലേ, അത് ഇങ്ങനെ റിമൂവ് ആയി വരുന്നുണ്ട് കേട്ടോ. ഇത് കുറേ കാലം കഴിയുന്ന സമയത്ത് ഇതിൻ്റെ കൊമ്പ് കൊഴിഞ്ഞു പോകും. പിന്നെ അതിനുശേഷം നല്ല പുതിയ കൊമ്പുകളായിട്ട് വളർന്നു വരും കേട്ടോ. ഈ ഒരു ഫ്രെയിം കണ്ടില്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫ്രെയിമാണ് കേട്ടോ. ആ വെള്ളം കുടിക്കുന്ന മാന് വെള്ളം കുടിക്കുന്ന സീന് കണ്ടില്ലേ, ഇതിൻ്റെയും സ്കിന്ന് റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ ഈ കൊമ്പൊക്കെ കൊഴിഞ്ഞു പോകും. പിന്നീട് നല്ല പുതിയ കൊമ്പുകളായിട്ട് വരുന്നുണ്ട്, വളർന്നു വരും. ഈ നാനാച്ചി ഫോറസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നാനാച്ചി ഫോറസ്റ്റിൻ്റെ പല ഭാഗങ്ങളായിട്ട് നമുക്ക് ഇതുപോലുള്ള വെള്ളക്കെട്ടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം വേനൽക്കാലം കഴിയുന്നവരെയും ഈ വെള്ളക്കെട്ടിലൊക്കെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളം എത്ര അത്യാവശ്യമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ ഇവിടുത്തെ മൃഗങ്ങൾക്ക് എന്തായാലും വെള്ളത്തിനുള്ള ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസസ് ഇല്ല കേട്ടോ.
നമ്മുടെ നാനാച്ചി ഗേറ്റിൽ നിന്ന് നമുക്ക് എച്ച് ടി കോട്ട അല്ലെങ്കിൽ ഹുൻസൂരൊക്കെ പോകുന്നൊരു റോഡുണ്ട്, ഫോറസ്റ്റിനകത്തുള്ള റോഡ്. ആ റൂട്ടിലൂടെ തന്നെ കേട്ടോ നമ്മുടെ സഫാരി വണ്ടികളും പോകുന്നത്. അടിപൊളി റൂട്ടാണ് മോനെ, ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 1 അവറിനകത്ത് നമുക്ക് എക്സിറ്റ് ആവണം, അല്ലാന്ന് പറഞ്ഞാൽ ഓരോ മിനിറ്റിനും വലിയ വില കൊടുക്കേണ്ടവരുണ്ടാ. അപ്പോൾ കൊടുത്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നല്ല അടിപൊളി റൂട്ടാണ് കേട്ടോ. നമുക്ക് മാന്, മയിൽ, മ്ലാവ്, ആന, പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കടുവയും പുലിയെ വരെ നമുക്ക് ആ റൂട്ടിൽ കാണാൻ സാധിക്കും. നമ്മൾ സഫാരി ഒന്നും എടുത്തില്ലെങ്കിൽ തന്നെ ഈ റൂട്ടിലൂടെ പോയാൽ തന്നെ അത്യാവശ്യം കാഴ്ചകളൊക്കെ നമുക്ക് ഈ റൂട്ടിൽ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ റൂട്ടിലൂടെ പോയി എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു കൂടെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ യാത്രയിൽ അപ്രത്യക്ഷമായിട്ടൊരു ഈഗിളിനെ കണ്ടു കേട്ടോ. ഈഗിൾ എന്തൊരു ഇരയൊക്കെ പിടിച്ചിട്ട് വന്നിട്ടുള്ള ഇരിപ്പാണ് അവൻ്റെ. നമ്മൾ നോക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ആശം എല്ലാം പറന്നു പോയിട്ട് അവിടുന്ന്. താഴത്തുണ്ട് വണ്ടി നിർത്ത്. ആ ചിഹ്നം വിളി കേട്ടാ എന്ത് ശബ്ദമാണെന്നറിയോ. ഇതുപോലെ ചിഹ്നം വിളിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ ആനക്കുട്ടികളുണ്ടാകുമ്പോഴാണ് കേട്ടോ ഇതുപോലെ ചിഹ്നം വിളിക്കുന്നത്. ഇതൊരു വാർണിംഗ് സിഗ്നൽ കൂടിയാണ് അവരുടെ കുട്ടികളെ സംരക്ഷിക്കാൻ, ആനക്കുട്ടികളെ സംരക്ഷിക്കാനുള്ള ഒരു സിഗ്നൽ കൂടിയാണത്. ഒരുപാട് ആനകളുണ്ട് കേട്ടോ. ഞാൻ ഇത്ര ആനകളെ ഒരുമിച്ച് കാണുന്നത് ഇവിടെ വന്നിട്ടാണ് കേട്ടോ. പൊതുവെ ആനകളിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ പുല്ലും ഇതൊക്കെ തിന്ന് ഇങ്ങനെ കിലോമീറ്റർ കണക്കോളം നടന്ന് ഒരു ദിവസം 100-150 കിലോഗ്രാം വരെ ഭക്ഷണം കഴിക്കുന്ന, പുല്ലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നൊക്കെയാണ് കേട്ടോ പറയപ്പെടുന്നത്. ഇവർ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭയങ്കര രസമാണ്. നോക്കിയാൽ കാലുകൊണ്ട് ആ പുല്ലിലെ മണലൊക്കെ തള്ളി മാറ്റി മെല്ലെ പുല്ലെടുത്ത് വായിലേക്ക് ഇടുന്ന കാഴ്ച എന്നൊക്കെ പറയുന്നത് അതൊരു ഭയങ്കര മനോഹരമായ കാഴ്ചയാണ്. എന്തുകൊണ്ടാണ് ഈ റൗണ്ടായി നിൽക്കുന്നത് മനസ്സിലായോ? കൂടെ കുട്ടിയാനകളുള്ളതുകൊണ്ടാണ് കേട്ടോ. കുട്ടിയാനകളുള്ള അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചുറ്റും ഇങ്ങനെ കുട്ടിയാനയ്ക്ക് സംരക്ഷണം നൽകിയിട്ട് നിൽക്കുന്നത് കേട്ടോ. അതൊക്കെ കാഴ്ചയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാഴ്ച തന്നെയാണ് കേട്ടോ. അതൊക്കെ കാണുകയെന്ന് പറഞ്ഞാൽ ഇത്രയും ആനകളെ ഒരുമിച്ച് കാണുന്നതൊക്കെ ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ്. എന്നെ സംബന്ധിച്ചൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഈ നാഗർഹോള ടൈഗർ റിസർവിലെ ഈ കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത് ഒരു പുതുമയുള്ള കാഴ്ച തന്നെയാണ്. നോക്കി ആ ഒരു കുറച്ചൊരു വലിയ ആന ആ ഒരു ചെറിയ കുട്ടി ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് നോക്കിയേ. അത് നോക്ക്, അതിൻ്റെ തുമ്പിക്കൈ കൊണ്ട് ആ പുല്ലെടുത്ത് മെല്ലെ വായിലേക്ക് വെച്ച് കൊടുത്ത് കഴിപ്പിക്കുന്നൊരു കാഴ്ചയാണ് കേട്ടോ. അതിനിടയിൽ ഒരു കുട്ടിയാന പാല് കുടിക്കുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു കേട്ടോ. അത് മിസ്സായിപ്പോയി, കയ്യിൽ നിന്ന് കിട്ടിയില്ല. ഇത് നോക്കി, ഒരു ഫ്രെയിമിൽ തന്നെ നമുക്ക് മ്ലാവും ആനയും ഒരു ഫ്രെയിമിൽ തന്നെ. മ്ലാവൊക്കെ അന്തം വിട്ട് വായും പൊളിച്ച് നോക്കി നിൽക്കുകയാണ്. ഇവന്മാരെന്തിനാ എന്നെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ നോക്കി നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടും സംഭവം ആനയും മ്ലാവിനെയും ഒരു ഫ്രെയിമിൽ കിട്ടിയപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. അടിപൊളി വിഷ്വൽ അല്ലേ? നോക്കി, മ്ലാവും ആനയും ഒക്കെ കൂടിയിട്ടൊരു അടിപൊളി വിഷ്വൽ. ഓക്കെ, കുറേ നേരം നോക്കി നിൽക്കുന്നതായിരുന്നു കേട്ടോ മ്ലാവ്. ഇവന്മാരെന്തിനാ എന്നെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ JLR സഫാരിയുടെ അവസാന ഘട്ടമൊക്കെ ആയപ്പോഴാണ് കേട്ടോ വേനൽ മഴ സ്റ്റാർട്ടായത്. ഒരു അടിപൊളി മഴ തന്നെ ആയിരുന്നു കേട്ടോ. നമ്മൾ പാലക്കാട് നിന്ന് 40-45 ഡിഗ്രി ചൂടൊക്കെ ഇതായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് വേനൽ മഴ എന്ന് പറയുന്നത് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. അടിപൊളി മഴയായിരുന്നു കേട്ടോ, നല്ല ഒരു ഉഗ്രം മഴ. അപ്പോൾ ആ മഴയൊക്കെ ആസ്വദിച്ച് കുറച്ച് മുമ്പോട്ട് വരുന്ന സമയത്ത് കാണുന്ന കുറേ മാൻകൂട്ടങ്ങളില്ലേ, മഴയൊക്കെ ആസ്വദിച്ച് ആ ഒരു മഴയും കൊണ്ട് നിൽക്കുന്ന കാഴ്ച കേട്ടോ. അതൊരു വല്ലാത്ത കാഴ്ച തന്നെയായിരുന്നു. ഇന്നും ഓർമ്മയിൽ നിൽക്കുന്ന കുറേ നല്ല കാഴ്ചകൾ തന്നെയാണ് നമുക്ക് നാഗർഹോള ടൈഗർ റിസർവിൽ നിന്ന് കാണാൻ സാധിച്ചത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണും വരെ ഓക്കെ, ബൈ ബൈ.